ഹലോ ഫ്രണ്ട്സ്, ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ATM കാർഡൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടാറുണ്ട്. ഈ റിവാർഡ് പോയിൻറ്റ്സ് ഫ്ലിപ്കാർട്ടിലെ വൗച്ചറാക്കി മാറ്റുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഫെഡറൽ റിവാർഡ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ കാണുന്ന വെബ്സൈറ്റിലേക്കാണ് കയറേണ്ടത്. ഈ വെബ്സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസിൽ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഫോണിലേക്കൊരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ആയാൽ അപ്പോൾ തന്നെ നമുക്ക് എത്ര പോയിൻറ്റ്സ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ നോക്കി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ജൂണിലിപ്പോൾ നോക്കിയപ്പോൾ 235 പക്ഷേ കഴിഞ്ഞ നവംബറിൽ നോക്കിയപ്പോൾ 257. അത് യൂസ് ചെയ്യാതിരുന്നപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോരോ പോയിൻറ്റുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫെഡറൽ റിവാർഡ്സ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമുക്ക് പോയിൻറ്റുകൾ കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി ബാക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പോയിൻറ്റുകൾ ഇനി അടുത്തതായിട്ട് നഷ്ടപ്പെടാൻ പോകുന്ന പോയിൻറ്റുകൾ അതെന്ന് നഷ്ടപ്പെടും എന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ വൗച്ചർ എടുക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഫെഡറൽ ബാങ്ക് ഇതിനായിട്ട് ചോദിക്കുന്ന പ്രോസസ്സിംഗ് ഫീ കുറച്ച് കടുകട്ടിയാണ് കേട്ടോ. ഹോം പേജിലേക്ക് മടങ്ങി ചെന്ന് ഇലക്ട്രോണിക് ഗിഫ്റ്റ് വൗച്ചറിൻ്റെ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് മെനു ബാറിൽ നിന്ന് നമുക്ക് EGV എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. EGV സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഡെസ്ക് ടോപ്പ് വ്യൂ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് മുഴുവൻ ഓപ്ഷൻസും കാണാനായിട്ട് സാധിക്കുക. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ വൗച്ചറാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡെസ്ക് ടോപ്പ് വ്യൂ നമുക്ക് മാറ്റാവുന്നതാണ്. ഏതെല്ലാം വൗച്ചറുകളാണ് എടുക്കാൻ സാധിക്കുക എന്ന ഓപ്ഷൻസാണ് അപ്പോൾ കാണിക്കുക. 235 പോയിൻറ്റ്സ് നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ 100 രൂപയുടെ 2 വൗച്ചർ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ്. 4 പോയിൻറ്റ്സുകൾ ചേരുമ്പോഴാണ് കേട്ടോ 1 രൂപയാകുന്നത്. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം 200 രൂപയ്ക്ക് വേണ്ടി 800 പോയിൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് എന്നടക്കമുള്ള ഡീറ്റെയിൽസ് കാണിക്കും. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെയാണ് കണക്കിലെ കളികൾ വരുന്നത്. അതായത് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് നമ്മൾ 50 രൂപ കൊടുക്കണം. ടോട്ടൽ അപ്പോൾ 250 ആകും. അതിൻ്റെ 70% 175 മാത്രമേ അവർ പോയിൻറ്റ്സ് വഴി തരത്തുള്ളൂ. ബാക്കി നമ്മൾ കാർഡിൽ നിന്ന് പേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കൺഫേം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് മറ്റൊരു OTP കൂടി വന്നിട്ടുണ്ടാവും. മെയിലിലേക്കും അത് കിട്ടിയിട്ടുണ്ടാവും. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം തന്നെ ഇലക്ട്രോണിക് ഗിഫ്റ്റ് വൗച്ചർ ഓക്കെ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫ്ലിപ്കാർട്ടിലേക്ക് ചെന്ന് എങ്ങനെയാണ് ഇലക്ട്രോണിക് ഗിഫ്റ്റ് വൗച്ചർ നമ്മളതിൽ ആഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ട് ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമുക്കിവിടെ ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നില്ല, ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോൾ അക്കൗണ്ട്സ് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അവിടെ നിന്നും സേവ്ഡ്, ക്രെഡിറ്റ്, ഡെബിറ്റ് ആൻഡ് ഗിഫ്റ്റ് കാർഡ്സ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മൾ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വൗച്ചർ പിൻ ആഡ് ചെയ്യുമ്പോൾ /NA എന്ന പാർട്ട് ഒഴിവാക്കണം. അവിടെ ഉള്ള നമ്പർ മാത്രം കൊടുത്ത് അപ്ലൈ കൊടുക്കാവുന്നതാണ്. ഗിഫ്റ്റ് കാർഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വെച്ചത് അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടെ 299 കാണിച്ചിട്ടുണ്ട്. താഴെയുള്ള യൂസ് ഗിഫ്റ്റ് കാർഡ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 99 ആവുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ 200 രൂപ നമുക്ക് ഗിഫ്റ്റ് കാർഡിലൂടെ കിട്ടിയത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി 99 രൂപയ്ക്കുള്ള പേയ്മെൻറ്റ്സ് മാത്രമാണ് ഇനി നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്